It's not always true when people think depression is all about sitting alone, crying alone or something. പലരും പറയുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്താണെങ്കിലും പല ഫ്രണ്ട്സും വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡിപ്രഷനാണ്. നമ്മളാണെങ്കിൽ പോലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഡിപ്രഷനാണ്. സോ വാട്ട് ഈസ് ഡിപ്രഷൻ? നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു വൊക്കാബുലറിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വേറൊരു സാധനമാണ്. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു സാധനമാണ്. അത് രോഗാവസ്ഥ എന്ന് ഞാൻ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്. ഡിപ്രഷൻ ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് നിങ്ങൾ ഒരിടത്ത് തന്നെ ഇരുന്നു കുറച്ച് നേരം, നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയി. അത് അതല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല. ചില സമയത്ത് തനിയെ ഇരുന്ന് ചിരിക്കുക, ഓവറായിട്ട് സന്തോഷം വരിക എന്ന് പറയുന്നത് ഡിപ്രഷൻ്റെ ഒരു സൈഡാണ്. ഓക്കെ, ഇനി അതല്ല, ഒരുപാട് സങ്കടം വരിക. സങ്കടം എന്ന് പറയുന്നത് നമ്മൾ കരയുന്നത്, വളരെ കാര്യമായിട്ട് കരയുന്ന ഒരവസ്ഥ. ഓക്കെ, ചിരിക്കുന്ന ഒരവസ്ഥ, കുറേ നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ, ഒരു ആരോടും സംസാരിക്കാൻ തോന്നാത്ത ഒരവസ്ഥ, എല്ലാവരോടും ഒരുപാട് സംസാരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ. എല്ലാത്തിനും ഒരു എക്സ്ട്രീമാണ് ആസ് ഫാർ ആസ് ഐ നോ വാട്ട് ഈസ് ഡിപ്രഷൻ ഇസ്. അപ്പോൾ ഇത് നമുക്കൊരാൾ കണ്ടുപിടിച്ച്, ഓക്കെ നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയുന്നത്, ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഡിപ്രസ്ഡ്. നിങ്ങൾ ഇംഗ്ലീഷിൽ അത് പറയാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർബ് അതാണ് ഡിപ്രസ്ഡ്. ഓക്കെ, ഞാൻ ഡിപ്രസ്ഡ് ആണ്. ഓക്കെ, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് നിരാശയുണ്ട്. ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഓക്കെ ഫൈൻ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഐ അക്സെപ്റ്റ് ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ദാറ്റ്. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ മറ്റൊന്നാണ്. വെറുതെ ആണെങ്കിൽ പോലും ഒരാളെ വിളിച്ചിട്ട് എനിക്ക് ഡിപ്രഷനാണെന്ന് പറയരുത്. ഓക്കെ, ഒരു കാര്യവുമില്ലാതെ മരിക്കാൻ തോന്നുന്ന, ഒരു കാര്യവുമില്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് പോലും ജീവിക്കാൻ തോന്നാത്ത ഒരവസ്ഥയും കൂടെയാണ് ഡിപ്രഷൻ. അപ്പം നിങ്ങൾക്ക് ഡിപ്രഷനെ പറ്റി അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്കൊന്ന് ഷെയർ ചെയ്ത് പോവാം.